ശരിക്കുള്ള കണക്ക് മുള്ളിച്ചേട്ടനോടൊന്ന് ചോദിച്ചു. 12, 13, 14, 15 കൂടിയെങ്കിലും ആകാൻ വഴിയുണ്ട്. പിന്നെ അടിക്കും ഉറപ്പായിട്ടും. കാരണം ഭയങ്കര നല്ല റെസ്പോൺസാണ്. ഞങ്ങൾ അതുകൊണ്ടല്ലേ രാത്രി ഈ സമയത്തൊക്കെ തിയേറ്ററിൽ വരുന്നേ. കണ്ടിരുന്നോ? ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. രാജീവ് അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ചുമ്മാതല്ലല്ലോ. എന്നറിയോ, എല്ലാ ആർട്ടിസ്റ്റിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടറിനെയൊക്കെ സംബന്ധിച്ച് ഒരു സിനിമ, ഏത് സിനിമ എന്നുള്ളത്, ഒരു സിനിമ തിയേറ്ററിൽ ഓടുക എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഓണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ. അതായത് സിനിമ മൊത്തത്തിൽ ലൈവ് ആവുക. അപ്പം അത് എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യമാണ്. നമ്മളെ വിളിക്കുന്ന ഈ പടം നന്നായിട്ട് ഓടുന്നത് കേൾക്കുന്നത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര ഹാപ്പിയാണ്, തിയേറ്റർ ഓണേഴ്സ് ഹാപ്പിയാണ്. ഇത് ഒരുപാട് പേർക്ക് ലിവ്ലിഹുഡ് അല്ലേ. തുടരും കഴിഞ്ഞ പിന്നെ ഒരു നല്ല സിനിമ വന്നത് ഇപ്പോഴാണ് എല്ലാവരും ഒരിക്കലും ആ സിനിമയുടെ ഒരു സിനിമയുടെ കമ്പയർ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് വലിയ വലിയ സിനിമയാണ്. നമ്മുടെ ഒരു കൊച്ചു സിനിമയാണ്, അത് ഗംഭീരമായിട്ട് പോകുന്നു, അത് നല്ല റെസ്പോൺസ് കാര്യങ്ങളായിട്ട് തിയേറ്റർ ഫുള്ളായിട്ട് ഓടുന്നു. അത് നമ്മളതിന് മാക്സിമം പ്രൊമോഷനും കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഫുൾ ആർട്ടിസ്റ്റുകളെല്ലാം ഫുള്ളോട്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞില്ല, തൊഴിലെന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി എക്കാലത്തെ അതുണ്ടാക്കിയിരിക്കുന്ന ഗുണങ്ങൾ ഇത് ഫോളോ ചെയ്ത ഒരു സിനിമാക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഒരു സിനിമ തുടരുമെന്നുള്ള സിനിമ ഉണ്ടാക്കിയ ഓപ്പണിങ് അമേരിക്ക തിയേറ്റേഴ്സ് കളിക്കുന്നു. കൂടുതലായിട്ട് മലയാള സിനിമയിൽ അമേരിക്ക തിയേറ്റേഴ്സ് കൊടുക്കില്ലായിരുന്നു. തുടരുമെന്ന് പറഞ്ഞ ഒറ്റ സിനിമ കൊണ്ട് തിയേറ്റേഴ്സ് മലയാള സിനിമയ്ക്ക് ഓപ്പണായി. യു കെയിൽ ഞാനുള്ള സ്ഥലത്ത് പോലും വളരെ ചുരുക്കം ചില തിയേറ്റർ, ഒരു 20, 15, 20 തിയേറ്ററിൽ നിന്നിരുന്ന മലയാള സിനിമ ഇപ്പോൾ എല്ലാ തിയേറ്ററിലും റിലീസാകുന്നുണ്ട്. അതുപോലെ ക്രൗഡായി മലയാളികളെല്ലാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നു. അപ്പോൾ അതൊരു സിനിമയെ സംബന്ധിച്ച് ഭയങ്കര സക്സസ്സാണ്. യോജിത മറ്റേ സൈമ അവാർഡ്സിലേക്കൊക്കെ നോമിനേഷനൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു സിനിമ കൊണ്ടുണ്ടായി ഞാനിപ്പം 4 5 അവാർഡുകൾ മേടിച്ചു. പണി എന്ന് പറയുന്ന ഒറ്റ സിനിമ ഉണ്ട്. അതിനുശേഷമാണ് ഈ കോളുകളെല്ലാം വരുന്നത്. അങ്ങനെ ഞാൻ സൈമ അവാർഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഞാൻ അതും എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ബെസ്റ്റ് ആക്ടർ സപ്പോർട്ടിംഗ് റോളാണ് എനിക്ക് വന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് പാർട്ടിസിപ്പൻ്റ് അർജുൻ അശോകൻ, ഈ പടത്തിൻ്റെ ഹീറോ, ഞങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. രണ്ടാമത് ദിനേഷ് ബോസിൻ്റെ അടുത്ത സുഹൃത്താണ് സാറും, കുട്ടേട്ടൻ, വിജയരാഘവൻ, പിന്നെ നമ്മുടെ സംഗീത്. ഇതെല്ലാം ഗംഭീര ആർട്ടിസ്റ്റുകളാണ്, ഒന്നിനൊന്നിനും മെച്ചമാണ്. അതിനകത്ത് ഒരു തുടക്കക്കാരനും ബിഗിനറുമാണ് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഈ സഭ നോമിനേഷനെങ്കിലും വന്നു. ബെഞ്ചമിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞ ആൾക്കാർ തിയേറ്ററിൽ കയറുമ്പോൾ? ഒരുപാട് നല്ല അഭിപ്രായം. ബെഞ്ചമിനെ ആൾക്കാർ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മള് മറ്റേ പോയപ്പോ ഒരു ചേട്ടൻ വന്നിട്ട് വന്നിട്ട് പറഞ്ഞിരുന്നു. ചേട്ടൻ അത് ഇൻസ്റ്റാഗ്രാമിൽ